പൊന്നാനിൽ യുവാവിനെ ബൈക്കിലെത്തിയ സംഘം ക്രൂരമായി മർദ്ദിച്ചു. അപകടത്തിൽ പരിക്കേറ്റ അടിപ്പറമ്പിൽ ശ്യാംജിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രിയിലാണ് അക്രമമുണ്ടായത്. 6 മാസത്തിനു ശേഷം കടവനാട് തേറയിൽ പീടിക ഭാഗത്ത് വീണ്ടും അക്രമം. 2 ബൈക്കുകളിൽ മുഖംമൂടി ധരിച്ചെത്തിയ 6-അംഗ സംഘം യുവാവിനെ മാരകായുധങ്ങൾ കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു. കടവനാട് സ്വദേശി അടിപ്പറമ്പിൽ 24 വയസ്സുകാരൻ ശ്യാംജിത്തിനാണ് അക്രമത്തിൽ തലയ്ക്കും കൈയിനും ഗുരുതരമായ പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 8 മണിക്ക് തേറയിൽ പീടിക ഭാഗത്ത് ശ്യാംജിത്ത് ഉൾപ്പെടെ 4 സുഹൃത്തുക്കൾ ഇരിക്കുന്നതിനിടെ ബൈക്കിലെത്തിയ സംഘം ഇരുമ്പ് വടികൾ കൊണ്ട് ഇവർക്കു നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ശ്യാംജിത്ത് ഒഴികെയുള്ളവർ ഓടി രക്ഷപ്പെട്ടെങ്കിലും ശ്യാംജിത്തിനെ ആക്രമിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ ഇടതു കൈയിന്റെ എല്ല് തകരുകയും തലയ്ക്ക് പിന്നിൽ പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ ശ്യാംജിത്തിനെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് എടപ്പാൾ ആശുപത്രിയിലും എത്തിച്ചു. വരുമ്പോൾ ഇവിടെ വീടിൻ്റെ അവിടെ ഒരു ഫസ്റ്റ് 3 വണ്ടി ഫ്രണ്ടിൽ കണ്ട് സ്പീഡ് എടുത്ത് വന്നിട്ട് വണ്ടി ബ്ലോക്ക് ചെയ്ത് 3 വണ്ടി ഉണ്ടായിരുന്നു. 3 വണ്ടിയുമ്പോൾ ഒരു വണ്ടിയുമ്പോൾ ട്രിപ്പിൾ 3 വെച്ചിട്ട് വന്നിരുന്നവര്. ബാക്കിലത്തെ 2 വണ്ടിത്തെ ബാക്കിലത്തെ 2 ആൾക്കാരും ഒരു കമ്പി വട്ടിട്ട് ഇറങ്ങിയിട്ട് നേരെ ബാക്കിലേക്ക് അടിച്ച് ഫസ്റ്റ് തലയുടെ ബാക്കിലേക്ക് അടിച്ചിട്ട് വീണ്ടും ഇങ്ങനെ അടിക്കാൻ നേരത്തെ ഞാൻ കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ നോക്കി. കൈയിന് അടിയിട്ട് പിന്നെ വേറെ ആൾക്കാർ വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് എല്ലായിടത്തും ഇരുമ്പിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ എനിക്ക് ഒന്നും ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ആയിരുന്നു. ഇവരെല്ലാവരും കൂടിയിട്ട് നല്ല അടി അടിച്ച് പോയി. എന്താണ് കാരണം ഉദ്ദേശിക്കുന്നത്? കാരണം എന്ന് ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ എന്ത് കാരണം ഇപ്പോഴും മനസ്സിലായില്ല. ഞാനിപ്പോൾ ആരുടെ ഒരു വിഷയങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ കുറച്ച് മുന്നേ ഒരു വിഷയം നടന്നിരുന്നത്. അതിൽ വിഷയത്തിൽ ഞങ്ങളൊന്നും ഉണ്ടായില്ല. ആ വിഷയത്തിൽ പെട്ട ആൾക്കാരെ ഇന്നലെ വന്നതും വിഷയത്തിൽ വന്ന ആൾക്കാരെ ഇന്നലെ വന്നതും ഇവിടെ കുറച്ച് ദിവസം മുന്നേ ഇവിടെ ഒരു വീട് ആക്രമിച്ച സംഭവം ഉണ്ടായിരുന്നു. അതിൽ വന്ന ആൾക്കാർ തന്നെ ഇതിലുണ്ടായിരുന്നു. ഒരുത്തൻ പിന്നെ അടിക്കാൻ വന്നതിലും പള്ളപ്പുറത്തുള്ള BJP-ക്കാർ പോയിട്ടൊരു വിഷയമുണ്ട്. പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. BJP പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് ശ്യാംജിത്ത് പറഞ്ഞു. ഡിസംബറിൽ ഈ ഭാഗത്ത് CPM RSS പ്രവർത്തകർ തമ്മിൽ അക്രമമുണ്ടായിരുന്നു. ശ്യാംജിത്തിന്റെ സുഹൃത്തുക്കളും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയാകാം അക്രമത്തിന് പിന്നിലെന്നാണ് സംശയം. സംഭവത്തിൽ പൊന്നാനി പോലീസിൽ പരാതി നൽകി. തിരൂർ DYSP P ഷംസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. പേജ് ടീം ന്യൂസ് പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.